അദ്ദേഹം വാതരോഗം മാത്രമല്ല മാറ്റുക, സർവ്വരോഗങ്ങളും മാറ്റിത്തരുന്ന കൽപ്പവൃക്ഷമാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയും. അങ്ങനെ ഗുരുവായൂരപ്പൻ അദ്ദേഹം ആദ്യമായിട്ട് പോയി കാണുകയും ചെയ്തൊരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഗുരുവായൂർ കൂത്തമ്പലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അവിടെ വേദജപം നടക്കുന്ന സ്ഥലമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് നാമം ജപിക്കുക, ഗുരുവായൂരപ്പന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. പണ്ട് ഒരുപാട് ഭാഗവത സപ്താഹങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ആഞ്ഞത്തിന്റെ തന്നെ അവിടെ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ട് ഇപ്പൊ ഈ ഗോപാലൻ നായരുടെ സപ്താഹം നടന്നിട്ടുണ്ട്. പല ആളുകളുടെയും സപ്താഹങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണത്. ഏറ്റവും വിശേഷിച്ച് കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ എന്ന് പറയുന്ന ഭാഗവത്തിന്റെ ഒരു മാസ്റ്റർ, അദ്ദേഹമാണ് ഭാഗവതം ഗുരുവായൂർ സമ്പ്രദായത്തിൽ രജിസ്റ്റർ ചെയ്തതിൽ ഏറ്റവും വലിയ പങ്കുള്ള ആള്. ജൻസി പിള്ളേർ എന്ന് പറയുന്നത്, ജൻസി തലമുറ. അപ്പൊ അവരൊക്കെ തന്നെ രാമായണത്തിന്റെ സ്റ്റാറ്റസ് ഇടുന്നു, രാമായണ മാസത്തിൽ അമ്പലങ്ങളിൽ പോകുന്നു, രാമായണത്തിന്റെ ചരിത്രം പറയുന്നു, അതിൽ ഉള്ള വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നു, ശക്തമായി അതിനെ പഠിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതിപ്പോ അതിൽ അങ്ങേപ്പോലുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ രാമായണ മാസം അല്ലെങ്കിൽ രാമായണം ഒരു മനുഷ്യനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ദശരഥ പുത്രനായിട്ടുള്ള അയോധ്യാവതിയായിട്ടുള്ള അല്ലെങ്കിൽ സീതാവതിയായിട്ടുള്ള രാമൻ എന്ന് മാത്രം കാണാതെ ആത്മാരാമനായിരിക്കുന്ന നമ്മളിലുള്ള ചൈതന്യത്തിന്റെ യാത്രയായിട്ട് അതിനെ കാണുകയാണെങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്നതും രാമായണം തന്നെയാണ് എന്നുള്ള ഭാവത്തിലെടുക്കുക എന്നുള്ളതാണ്. നമസ്കാരം. ബോധി ദ സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബോധിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഗുരുവായൂരപ്പ കഥകൾ ജനങ്ങളിലേക്ക് എത്തിച്ച വളരെ വലിയൊരു പ്രഭാഷകൻ, വളരെ മികച്ചൊരു പ്രഭാഷകൻ, നമ്മുടെ സ്വന്തം വ്യാസൻ. വ്യാസൻജി, സ്വാഗതം. നമസ്തേ. വ്യാസൻജി, ഇപ്പോ രാമായണ മാസമാണ്. രാമായണം തുടങ്ങി കർക്കിടകം പഞ്ഞമാസമാണ് എന്ന് പറയും. പക്ഷെ ആ പഞ്ഞമാസത്തെ ഒക്കെ അതിജീവിക്കാൻ പ്രാപ്തമാക്കുന്നതാണ് രാമായണത്തിന്റെ ആ പാരായണവും അതുപോലെ തന്നെ ആ സ്പിരിച്വൽ ഓറയും ഒക്കെ. അപ്പൊ നമുക്ക് രാമായണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഗുരുവായൂരപ്പ കഥകളിലൂടെയാണ് വ്യാസൻജി വരുന്നത്. അപ്പം ഈ ഗുരുവായൂർ ഒരുപാട് കഥകൾ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടുത്തെ അധികം ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് അവിടെ ആഞ്ഞം തിരുമേനിയും അതുപോലെ തന്നെ അവിടുത്തെ നാരായണാലയത്തിലെ പ്രതിഷ്ഠയും ഒക്കെ ബന്ധപ്പെട്ട് പൂന്താനം പൂജിച്ചിരുന്ന പ്രതിഷ്ഠയൊക്കെ അവിടെയുണ്ട്. അപ്പൊ ആ തരത്തിൽ അതിന്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ രാമായണ മാസം ആണ്. രാമായണ മാസത്തിൽ ഏറ്റവും പ്രാധാന്യം ഒന്ന്, രാമായണ പാരായണത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നാണ് രാമനാമ ജപത്തിന്. വളരെ പ്രാധാന്യമുള്ള സമയമാണ്. അപ്പൊ നമ്മൾ നാമം ജപിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് സമ്പ്രദായങ്ങളാണ് പൊതുവിൽ ഉള്ളത്. ഒന്ന്, കുട്ടികളോട് നമ്മൾ നാമം ജപിക്കാൻ പറയുമ്പോൾ നമ്മൾ നാമം ജപിക്കുക എന്നുള്ളത് പറയുന്നതിന്റെ കൂടെ തന്നെ പല സ്ഥലത്തും പറയുന്ന ഒരു വേർഷനാണ് രാമനാമം ജപിക്കാൻ കുട്ടികളോട് പറയും. വിളക്ക് എത്തിച്ച് രാമനാമം ജപിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തൊക്കെ പറയാം വിളക്ക് എത്തിച്ച് നമശിവായ ചൊല്ലുക എന്ന് പറയും. ഈ രണ്ട് വേർഷൻസ് ആണുള്ളത്. ഏത് കുട്ടിയും ചെറുപ്പത്തിൽ ആദ്യം ചൊല്ലുന്ന നാമം പോലും ഈ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ, രാമനാമം ജപിക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യമാണ്. അപ്പൊ സഹസ്രനാമത്തിന്റെ ഒരു വേർഷൻസിന് അവസാനിക്കുന്ന സമയത്ത് ദേവി ചോദിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ കേനോ ഭായേന ലഘുന എന്ന് പറഞ്ഞിട്ട് മഹാദേവനോട് ചോദിക്കുന്നുണ്ട്, ഈ സഹസ്രനാമം മുഴുവൻ ചൊല്ലാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്തെങ്കിലും ഉപായം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഹാദേവൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് പറയണത്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാമേ. സഹസ്രനാമത്തിന് തുല്യമാണ് രാമനാമം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ നാമജപത്തിന്റെ പ്രാധാന്യം, പ്രത്യേകിച്ച് രാമനാമത്തിലൂടെയുള്ള നാമജപത്തിന്റെ പ്രാധാന്യത്തിന് വലിയ പ്രാധാന്യമുള്ളത്. അതുപോലെ ഈ നാമജപത്തിന്റെ പ്രാധാന്യം ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ പകർന്നു കൊടുത്തിട്ടുള്ള ഒരു മഹാത്മാവായിരുന്നു ആഞ്ഞമാധവൻ നമ്പൂതിരി. അദ്ദേഹത്തെ വിളിക്കുന്നത് തന്നെ തിരുനാമാചാര്യൻ എന്നാണ്. അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ടൈറ്റിലാണ് അത്. തിരുനാമം ജപിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നുള്ളൂ, ഈ തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും പിരിയാതെ ഇരിക്കണം, നമ്മുടെ നരജന്മം സഫലമായിടുക എന്നാണ്. നാമം ജപിക്കുന്ന ഒരു നാക്കുള്ളവർക്ക് മാത്രമേയാണ് സക്സസ്ഫുൾ ആയിട്ട് ഒരു ജീവിതം ജീവിച്ചു തീർക്കാൻ സാധിക്കൂ എന്നാണ് പൂന്താനം പറഞ്ഞിട്ടുള്ളത്. ആ പൂന്താനമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് തിരുനാമാചാര്യൻ. കാരണം അദ്ദേഹം എന്ന് പറയുന്ന മഹാത്മാവിനെ പോലുള്ള ആളുടെ ഒരു സാന്നിധ്യം ഗുരുവായൂർ ഉണ്ടായത് ഒരുപാട്, എത്രയോ ഇന്നും ഗുരുവായൂർ നിങ്ങൾക്ക് പോയാൽ കാണാം അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് നാമം ജപിച്ച ആളുകളെ ഇപ്പോഴും കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് കുട്ടികളുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം കുട്ടികളെ കൊണ്ട് നാമം ജപിപ്പിക്കുമായിരുന്നു. ഇന്നും ഗുരുവായൂർ വൈകിട്ട് ആഞ്ഞത്തിന്റെ നേതൃത്വത്തിൽ ഒരു നാമജപ സദസ്സ് പണ്ടുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് മാനേജറൊക്കെ ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഇരുന്നു കൊണ്ട് കുട്ടികൾക്ക് ഇരുന്ന് അദ്ദേഹം നാമം ജപിക്കുകയുള്ളൂ, അദ്ദേഹത്തിന്റെ ഒപ്പം കുട്ടികളിൽ നിന്ന് നാമം ജപിക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പോ ഗുരുവായൂരപ്പന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനും ദാസനൊക്കെ ആയിട്ടുള്ള രാമൻ നമ്പൂതിരി കീശാന്തി, അദ്ദേഹം പോലും പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ആനപ്പുറത്തുനിന്ന് വീണു ഒരു ഭാഗത്ത്. സാധാരണ രീതിയിൽ ആനപ്പുറത്തുനിന്ന് വീഴുമ്പോൾ വലിയ അപകടമൊക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അദ്ദേഹത്തിന് അന്ന് കാര്യമായിട്ടുള്ള അപകടമൊന്നും ഉണ്ടായില്ല എന്നാണ്. അദ്ദേഹം വൈകുന്നേരം നാമജപത്തിന് വന്നപ്പോൾ ആഞ്ഞം പറഞ്ഞു അത്രേ, ഇന്ന് ഗുരുവായൂരപ്പൻ രക്ഷിച്ച ഒരു കുട്ടി നമ്മുടെ ഇടയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആഞ്ഞമായിട്ടുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന എത്രയോ ആളുകൾ ഇന്നും ഗുരുവായൂരുണ്ട്. ഇപ്പൊ എനിക്ക് പോലും അദ്ദേഹമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്ത് പല കാര്യങ്ങളും ചിന്തിക്കാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം
അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന് ഭഗവാനിൽ വേണ്ടത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാണ്. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയൊക്കെ വെച്ച് പുലർത്തിയിരുന്ന ആളായിരുന്നു. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള ഒരു മേൽശാന്തിയെ സഹായിക്കാനായിട്ട് ഗുരുവായൂർ വരികയും അദ്ദേഹത്തിന്റെ മേൽശാന്തി കാലത്ത് അദ്ദേഹം ഈ സഹായങ്ങളൊക്കെ ചെയ്യാന്നല്ലാതെ ഗുരുവായൂരപ്പനെ ദർശിക്കുകയോ അല്ലെങ്കിൽ ഭഗവാനെ ഭജിക്കുകയോ ഒന്നും ചെയ്യാതെ കാലം കഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കഠിനമായിട്ടുള്ള ഒരു വയറുവേദന വരികയും ആ വയറുവേദനയ്ക്ക് ചികിത്സാർത്ഥം അദ്ദേഹം പല ആശുപത്രികളിലും സന്ദർശിക്കുകയും അതൊന്നും ഭേദാവാത്ത സമയത്ത് മേൽശാന്തി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഭഗവാനെ ഒരിക്കലൊന്ന് ചെന്ന് കാണൂ, അദ്ദേഹത്തിന് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. അദ്ദേഹത്തെ വിളിക്കുന്നത് വാതാലയേശൻ എന്നാണ്. അദ്ദേഹം ഒരു ഈ ചികിത്സയിൽ വളരെയധികം പ്രാഗൽഭ്യം നേടിയിട്ടുള്ള ആളാണ്. അദ്ദേഹം വാതരോഗം മാത്രമല്ല മാറ്റുക, സർവ്വരോഗങ്ങളും മാറ്റിത്തരുന്ന കൽപ്പവൃക്ഷമാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയും. അങ്ങനെ ഗുരുവായൂരപ്പൻ അദ്ദേഹം ആദ്യമായിട്ട് പോയി കാണുകയും ചെയ്തൊരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് മുതൽ ഞാൻ എല്ലാ പ്രഭാഷണങ്ങളും പറയാറുള്ളതാണ്, നമ്മൾ ഗുരുവായൂരപ്പനെ അങ്ങോട്ട് ചെന്ന് കാണാൻ തുടങ്ങുന്ന സമയത്ത് മുതൽ ഗുരുവായൂരപ്പനെ ഒരു ഹുക്കിട്ട് നമ്മളെ മുഴുവൻ ടൈമും കണക്ട് ചെയ്യുന്ന ഒരു പാരമ്പര്യം ഗുരുവായൂരപ്പനുണ്ട്. അവിടെ പിടിച്ചു നിർത്തും. അതെ. പിന്നെ ഒരിക്കൽ നമ്മൾ അങ്ങോട്ട് ഭഗവാന്റെ കൈ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കയ്യിൽ നിന്ന് വിടാൻ ഭഗവാൻ പോലും പലപ്പോഴും സത്യം. പിന്നെയും നമ്മൾ അങ്ങോട്ട് അടുപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് അവിടെ ചെന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ വല്ലാത്ത മൂഡ് ഓഫ് വരുന്നു, അല്ലെങ്കിൽ വ്യഥകൾ വരുന്നു, ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ പോലും നമ്മൾ ആദ്യം റിലേറ്റ് ചെയ്യും ഗുരുവായൂർ പോകാത്തതുകൊണ്ടാണ് എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നു. അതങ്ങനെ അത് ഗുരുവായൂർ ഉണ്ടാക്കുന്ന പ്രയാസമൊന്നുമല്ല, എങ്കിൽ പോലും നമ്മളങ്ങനെ വ്യാഖ്യാനിക്കും. കാരണം അത് നമ്മൾ അത്രയധികം കണക്ട് ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം അത് കണക്ട് ആവുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനായിട്ട് മാറുമായിരുന്നു. അദ്ദേഹത്തിന് അദ്ദേഹം ഭാഗവതത്തിൽ വലിയ ആചാരനായിരുന്നു. അദ്ദേഹം ഭാഗവതം പോലും അദ്ദേഹത്തിന് നേരെ വായിക്കാൻ പറ്റിയിരുന്നില്ല എന്നാണ്. അദ്ദേഹം വിരല് വെച്ച് ഓരോ അക്ഷരം പോലായിട്ട് അത് ആദ്യം വായിച്ചു തുടങ്ങിയത്. അദ്ദേഹമാണ് പിന്നീട് തിരുനാമാചാര്യനായിട്ട് മാറുന്നത്. അത് ഗുരുവായൂരപ്പന്റെ കൂടി ഒരു കൃപ കൊണ്ട് അദ്ദേഹം മാറിയെന്നാണ്. അപ്പൊ അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിന്റെ പാരമ്പര്യത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, പല ആളുകൾക്കും അതിന് വിരുദ്ധാഭിപ്രായമൊക്കെ ഉണ്ട്. ഗുരുവായൂരിനെ ഗുരുവായൂരാക്കിയത് ഗുരുവായൂരുള്ള നാമജപത്തിന്റെ ശക്തിക്ക് അതിന് വലിയ പ്രാധാന്യമാണുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും നമുക്കത് ചെയ്യുന്ന എത്രയോ ആളുകളെ ഗുരുവായൂർ കാണാൻ പറ്റും, പ്രത്യക്ഷത്തിൽ ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ പാർത്ഥം പോവാണെങ്കിൽ ഗുരുവായൂർ കൂത്തമ്പലം നമ്മൾ തോന്നുന്നതിന്റെ അടുത്ത ഭാഗത്ത് അവിടെ കുറെ മഹാത്മാക്കൾ ഇരിക്കുന്നതാണ്. അവരൊക്കെ ചെയ്യുന്നുണ്ടാവുക നാമജപമായിരിക്കും. എല്ലാവരുടെയും കയ്യിൽ ഒരു പുസ്തകം ഉണ്ടാവും. ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ അവിടെ നിന്ന് നാമം ജപിക്കുന്നുണ്ടാവും. ഗുരുവായൂർ കൂത്തമ്പലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അവിടെ വേദജപം നടക്കുന്ന സ്ഥലമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് നാമം ജപിക്കുക ഗുരുവായൂരപ്പന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. പണ്ട് ഒരുപാട് ഭാഗവത സപ്താഹങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ആഞ്ഞത്തിന്റെ തന്നെ അവിടെ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ട് ഇപ്പൊ ഗോപാലൻ നായരുടെ സപ്താഹം നടന്നിട്ടുണ്ട്. പല ആളുകളുടെയും സപ്താഹങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണത്. ഏറ്റവും വിശേഷിച്ച് കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ എന്ന് പറയുന്ന ഭാഗവതത്തിന്റെ ഒരു മാസ്റ്റർ, അദ്ദേഹമാണ് ഭാഗവതം ഗുരുവായൂർ സമ്പ്രദായത്തിൽ രജിസ്റ്റർ ചെയ്തതിൽ ഏറ്റവും വലിയ പങ്കുള്ള ആള്. അദ്ദേഹത്തിന്റെയൊക്കെ സപ്താഹം അവിടെ നടക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹം ഭാഗവതം പാരായണം ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് പെട്ടെന്ന് എന്തോ ഒരു വെളിപാടുണ്ടായ പോലെ അങ്ങനെ ഞെട്ടി എണീച്ചിട്ട് അതാ നിൽക്കുന്നു നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിക്കത്രേ ആളുകളോട്. ആ നോക്കുന്ന ആളുകളിൽ ചില സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു അത്ര ഗുരുവായൂരപ്പനെ. അതായത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ സപ്താഹം കേൾക്കാൻ ഭഗവാൻ പോലും കൂത്തമ്പലത്തിൽ വന്നിരിക്കും എന്നാണ്. അത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഗുരുവായൂരിലെ കൂത്തമ്പലം. ഗുരുവായൂർ ഏറ്റവും പ്രധാനപ്പെട്ട, ഗുരുവായൂർ എല്ലാം പ്രധാനമാണ് എങ്കിലും കുറച്ച് സ്പെഷ്യാലിറ്റി കൂടുതലുള്ള സ്ഥലമായിട്ട് വരുന്നു ഗുരുവായൂരപ്പന്റെ ശ്രീകോവിൽ. രണ്ട്, ഈ നൃത്തം മറ, വില്വമംഗലത്തിന് ഭഗവാൻ നൃത്തം ചെയ്ത് കാണിച്ചു കൊടുത്ത സ്ഥലം, നമ്മൾ ആ മണിക്കണ്ഠന്റെ ഒക്കെ സമീപത്തായിട്ട് പണ്ടത്തെ താമരക്കണ്ഠൻ പോകുന്ന സ്ഥലത്ത് 3 കൂത്തമ്പലമാണ്. ഈ 3 സ്ഥലത്തിനും ശ്രീകോവിലോളം തന്നെ പ്രാധാന്യം ഉണ്ടെന്ന് പല മഹാത്മാക്കളും വ്യാഖ്യാനിക്കാറുണ്ട്. കാരണം ഇവിടെ 3 സ്ഥലത്തും ഭഗവാന്റെ സാന്നിധ്യം വളരെയധികം കൂടുതലാണ്. അപ്പൊ ആ കൂത്തമ്പലത്തിന്റെ അടുത്തിരുന്ന് നാമം ജപിക്കുക എന്ന് പറയുന്നത് വലിയൊരു പുണ്യമായിട്ടാണ് ആളുകൾ കാണുന്നത്. ഈ സംസ്കാരമൊക്കെ ഗുരുവായൂർ ഉണ്ടാക്കിയെടുത്തത് ആഞ്ഞമാധവൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തിന്റെ സമകാലീനനായിട്ടുള്ള ആളായിരുന്നു കാശി അപ്പൻ തമ്പുരാൻ. അദ്ദേഹത്തിനും അത് വലിയ പങ്കുണ്ട്. അദ്ദേഹം എറണാകുളംകാരനാണ്. തൃപ്പൂണിത്തുറ കോവിലത്ത് കിരീടാവകാശിയായിരുന്ന ഒരാളാണ് ഞാൻ കേട്ടുള്ളത്. ഇവരുടെയൊക്കെ സുഹൃത്ത് ബന്ധത്തിലൂടെ ഇങ്ങനെ കുറെ സജ്ജനങ്ങളാണ് നാമം ജപിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാരമ്പര്യം ഗുരുവായൂരിനുണ്ട്. ഇന്ന് നമുക്കത് പല രീതിയിൽ കാണാം. കാണുന്ന സമയത്ത് ഏറ്റവും വിശേഷമായിട്ട് നമുക്കത് അനുഭവിക്കാൻ സാധിക്കുക ഗുരുവായൂരപ്പന്റെ രാത്രി അല്ലെങ്കിൽ എല്ലാ ശിവേലി സമയത്തുമാണ്. പ്രധാനമായിട്ടും രാത്രി ശിവേലിക്ക് അത് വളരെ വിശേഷമായിട്ട് കാണാം. രാവിലെ ശിവേലിക്കും ഉച്ച ശിവേലിക്കും അതിന്റെ ഒരു വേർഷൻസ് നമുക്ക് കാണാനും പറ്റും. രാത്രി ശിവേലിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ തന്നെ പല പ്രഭാഷണങ്ങളും പറഞ്ഞു, നിങ്ങൾ ഒരിക്കലെങ്കിലും ഗുരുവായൂരപ്പന്റെ രാത്രി ശിവേലി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമാണെന്ന്. കാരണം അതൊരു അനുഭൂതിയാണ്. അവിടെ ചെന്ന് ആ ശിവേലിക്ക്, വിശേഷിച്ച് ആ ശിവേലിയിലെ 4ാമത്തെ പ്രദക്ഷിണം, ബലി തൂവി അകത്തേക്ക് പോയി കഴിഞ്ഞിട്ടുള്ള 4ാമത്തെ പ്രദക്ഷിണത്തിൽ നാദസ്വരവും ഇടയ്ക്കയും കൊണ്ടുള്ള ഒരു കോമ്പോസിഷൻ വായിക്കോടെ. ആ സമയത്താണ് ആ പ്രദക്ഷിണം നടക്കുക. ആ സമയത്താണ് വിളക്കുകളൊക്കെ നിറഞ്ഞു കത്തിക്കുക. ആ സമയത്താണ് അവിടെ അഷ്ടഗന്ധം പുകയ്ക്കുക.
യഥാർത്ഥത്തിൽ ഭൂലോക വൈകുണ്ഠം എന്താണെന്ന് നമുക്ക് ആ സമയത്ത് അനുഭവിക്കാൻ സാധിക്കും അവിടെ. ഈ കുത്തുവിളക്കിന്റെ പുറകിൽ ഗുരുവായൂരപ്പൻ ഇങ്ങനെ വരുന്ന സമയത്ത് എല്ലാവരും ഉറക്ക ഹരേ നമ എന്ന് പറഞ്ഞ് ഉറക്ക ഇങ്ങനെ നാമം ജപിക്കുന്ന കേൾക്കാം. ആ സമയത്ത് ഭഗവാന്റെ വിഗ്രഹം ആനപ്പുറത്ത് കയറ്റുന്ന സമയത്ത് അവിടെ ഒരു ചേട്ടനുണ്ട്, അദ്ദേഹം ഉറക്ക നാമം ജപിച്ചു കൊടുക്കും. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൽ കാരുണ്യ ഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന എന്ന് ജപിക്കുമ്പോൾ ആളുകളൊക്കെ വിഗ്രഹം കാണുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. ആളുകളുടെയൊക്കെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നതായിട്ട് നമുക്ക് ഗുരുവായൂർ കാണാം. ഈ ഒരു ഞാൻ പറഞ്ഞത് ഈ നാമങ്ങളുടെ ഒക്കെ പുറകിൽ പ്രവർത്തിച്ച ചാലക ശക്തി ഒന്ന് ഗുരുവായൂരപ്പൻ ഒന്ന് ആഞ്ഞോളം. കാരണം അദ്ദേഹമാണ് ഈ പാരമ്പര്യം ഒക്കെ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കുറെ മഹാത്മാക്കളുടെ ഒരു നാമജപത്തിന്റെ ശക്തിയാണ് ഗുരുവായൂരിന്റെ ചൈതന്യത്തിൽ വലിയൊരു പങ്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ ആംഗത്തിന് വലിയ സ്ഥാനമുണ്ട്. ഇനി ഇപ്പൊ ഈ പറഞ്ഞ ടോപ്പിക് ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു രാമായണ മാസമാണ്, ഗുരുവായൂരപ്പൻ ചതുർബാഹുവായിട്ടുള്ള വിഷ്ണുവാണ് എല്ലാ പ്രഭാഷണങ്ങളും പറയാറുള്ളത്. ഞാൻ അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഇപ്പൊ പലപ്പോഴും നമ്മൾ ക്ഷേത്ര ദർശനത്തിന് ആളുകൾ എല്ലാവരും പോകാറുണ്ട്. ഭക്തി കൂടുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ വലിയ പ്രയാസങ്ങളിൽ പെട്ടിട്ടാണോ ഒന്നും അറിയില്ല, എല്ലായ്പ്പോഴും നമ്മൾ ക്ഷേത്രത്തിലേക്കാണ് പോകാറ്. ഇപ്പം ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ പലപ്പോഴും ഭക്തർ എന്താ ചെയ്യുക, നേരെ പോകുന്നു, അവിടെ ഗുരുവായൂരപ്പനെ ദർശിക്കുന്നു, അവരുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ഒന്ന് ചുറ്റു വരുന്നു, അതിനുശേഷം അമ്പലത്തിൽ നിന്ന് പോകുന്നു. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവനവന്റെ ഉള്ളിൽ തന്നെയാണല്ലോ നമുക്ക് ആ ഒരു തിരിച്ചറിവ്, റിയലൈസേഷൻ വരേണ്ടത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് നാമം ജപിക്കുക, മൂലമന്ത്രം ജപിക്കുക, ഇതിനൊക്കെ വളരെ പ്രാധാന്യം ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഭക്തന്മാര് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഈ അവിടുത്തെ ദേവിയുടെ മൂലമന്ത്രം അല്ലെങ്കിൽ ദേവന്റെ മൂലമന്ത്രം അറിയില്ല, അല്ലെങ്കിൽ അവിടെ നാമം ജപിക്കുക, ഒരു മന്ത്രം അറിയില്ലെങ്കിലും നാമം ജപിക്കാൻ പോലും തയ്യാറാവാതെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചു വരുന്ന ആളുകളുമുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അത് എത്രത്തോളം ആണ് ഒരു മനുഷ്യന്റെ ആധ്യാത്മിക ഉയർച്ചയിൽ അതൊരു പ്രശ്നമല്ലേ അത്? തീർച്ചയായിട്ടും. ക്ഷേത്ര ദർശനത്തിന്റെ മലയാളം വേർഷൻ എന്ന് പറഞ്ഞത് തൊഴുതു വരിക എന്നുള്ളതാണ്. അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ തൊഴുതു വരുന്നതും ഒന്ന് പോയി തൊഴുതിട്ട് വരാം, വെച്ചാൽ തൊഴുതിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ക്ഷേത്ര ദർശനത്തിന് നമ്മൾ ശുദ്ധി പറയുന്ന സമയത്ത് ത്രികരണ ശുദ്ധി എന്ന് പറയാറുണ്ട്. 3 ശുദ്ധി ഉണ്ടെങ്കിലാണ് യഥാർത്ഥ ഏറ്റവും സിമ്പിൾ ഫോമാണ് ഞാൻ പറയുന്നത്. 3 ശുദ്ധി ഇല്ലാണ്ട് അമ്പലത്തിൽ പോരുന്നതാണ്. അതിലൊന്ന് നമുക്ക് എപ്പോഴും അറിയാം, നമ്മുടെ ശരീരത്തിന് ശുദ്ധിയാണ്, ശരീരശുദ്ധി ഉണ്ടാവണം. 2 മനസ്സിന് ശുദ്ധി ഉണ്ടാവണം. എല്ലാവരും പറയുമല്ലോ എത്രയൊക്കെ കുളിച്ചിട്ടും കാര്യമില്ല, മനസ്സിനകത്ത് ഇത്ര അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് കാര്യമില്ല. ശരിയാണ്, മനസ്സിന് ശുദ്ധി ഉണ്ടാവണം. 3 ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഇത് പല ആളുകളും വിട്ടുപോകുന്ന ഒന്നാണ്, വാക്കിന് ശുദ്ധി ഉണ്ടാവണം എന്നാണ്. ശരീരം, മനസ്സ്, വാക്ക്, ഈ 3നും ശുദ്ധിയുള്ളതിനെയാണ് ത്രികരണ ശുദ്ധി എന്ന് പറയുന്നത്. ഇതുണ്ടെങ്കിലേ ക്ഷേത്ര ദർശനം വിധിച്ചിട്ടുള്ളൂ. നമ്മൾ കുളിച്ചിട്ടുണ്ട്, മനസ്സിനകത്ത് വേണ്ടാത്ത ചിന്തയാണ്, പുറത്തു വരുന്നത് നാമാണെങ്കിൽ പോലും കാര്യമില്ല. കുളിച്ചിട്ടുണ്ട്, വാക്ക് ഒരാൾക്കും കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള വാക്കുകളാണ് വായിൽ നിന്ന് പുറത്തു വരുന്നത്, എന്നാൽ മനസ്സ് ഭയങ്കര ശുദ്ധിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ 3 ശുദ്ധി ഒരേപോലെ ഉണ്ടാവണം. ശരീരത്തിന് ശുദ്ധി ക്ഷേത്രത്തിന്റെ നിയമത്തിന് വിധേയമായിട്ട് ഉണ്ടാകുന്നതാണ്. അതിൽ വാക്കിന് വലിയ ശുദ്ധിയുള്ളത്. അപ്പൊ നമുക്ക് ശരീരത്തിന്റെ ശുദ്ധിക്ക് ജലം ഉപയോഗിച്ചിട്ടുള്ള കുളി അല്ലെങ്കിൽ അങ്ങനത്തെ ഏർപ്പാടുകൊണ്ട് ശരീരത്തെ നമുക്ക് ശുദ്ധിയാക്കാം. മനസ്സിനെ ശുദ്ധാക്കാനാണ് ധ്യാനം പോലത്തെ കാര്യങ്ങൾ, യോഗയൊക്കെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിന്റെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ ധ്യാനാവസ്ഥ കൊണ്ട് സാധിക്കുന്നതാണ്. മെഡിറ്റേഷൻ മനസ്സിനെ ശുദ്ധാക്കാനുള്ളതാണ്. വാക്കിനെ ശുദ്ധീകരിക്കാനുള്ളതാണ് നാമം. നാമം ഒരു ക്ലീനിങ് പ്രോസസ്സാണ് ശരിക്കും. നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി അവിടെ നിന്ന് തിരിച്ചു വരുന്നതിന് മുമ്പ് അല്പസമയം അവിടെ ഇരുന്ന് നാമം ജപിക്കുക എന്ന് പറയുന്നത് ആ ക്ഷേത്ര ദർശനത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചൈതന്യത്തെ നമുക്ക് തന്നെ അകത്തേക്ക് സ്വാംശീകരിക്കാനുള്ള ഒരു സമയമാണത്. ഞാൻ എളുപ്പത്തിൽ ഉദാഹരണം പറയാം, നാമജപത്തിന്റെ പ്രാധാന്യം മനസ്സിലാവും. ഇപ്പൊ നമ്മളൊരു വിളക്ക് കത്തിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അമ്പലത്തിനകത്തുനിന്ന് ഒരു വിളക്ക് കത്തിച്ചു വീട്ടിൽ കൊണ്ടുപോയിട്ട് കത്തിക്കാനായിട്ട്. ഒരു കെടാവിളക്ക് അമ്പലത്തിൽ നിന്ന് നമ്മൾ കത്തിച്ചു കൊണ്ടുപോവാണ്, ഒരു യജ്ഞം നടക്കുകയാണ്, അതിനുള്ള ദീപം നമ്മൾ ഇവിടുന്ന് ആനയിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, വീട്ടിലുള്ള ഒരു കൊടിവിളക്ക് എടുത്തുകൊണ്ട് വന്ന് അമ്പലത്തിനകത്തു നിന്നുള്ള ദീപത്തിൽ നിന്ന് തീ പകർന്ന് അഗ്നി പകർന്ന് നമ്മളത് പുറത്തേക്ക് കൊണ്ടുവരും. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ പുറത്തെ കാറ്റടിച്ച് അത് കെട്ടുപോകാനുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ്. നേരെ മറിച്ച് നമ്മളൊരു ഗ്ലാസ് ഫണലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ കാറ്റിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു ഉപാധി ആ വിളക്കിന് ചുറ്റും വെച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ എത്രയൊക്കെ കാറ്റടിച്ചാലും ആ വിളക്കിന്റെ ആളം അവിടെ അണയാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ഈ പുറത്ത് വെച്ചിട്ടുള്ള സംരക്ഷണ കവചമാണ് യഥാർത്ഥത്തിൽ നാമജപം. നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന അനുഗ്രഹ കലയെ പൂർണ്ണമായിട്ട് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹ കല ഈ സംസാര സാഗരത്തിൽ നിന്ന് അടിക്കുന്ന കാറ്റടിച്ച് അത് കെട്ടുപോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നാമജപത്തിന്റെ ഒരു കവചം നമുക്ക് ഈ അനുഗ്രഹ കലയ്ക്ക് ചുറ്റും ഉണ്ടാവണം എന്നാണ്. അതുകൊണ്ടാണ് ഏത് മഹാത്മാക്കളും പറയുന്നത്, ഏത് ക്ഷേത്രത്തിൽ പോയാലും അല്പസമയം അവിടെ ഇരുന്ന് ധ്യാനിക്കുക, നാമം ജപിക്കുകയൊക്കെ ചെയ്തിട്ട് വേണം തിരിച്ചു വരാൻ. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ പോയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല എന്ന് പോലും പറയുന്ന ആൾക്കാരാണ്. കാരണം പുറത്തേക്ക് ഇറങ്ങുന്നതോടുകൂടി നമ്മൾ അമ്പലമായിട്ട് ടച്ച് കിട്ടും.
പിന്നെ നമുക്കുള്ളത് നമ്മുടെ ലൗകിക ജീവിതവും അതുമായിട്ട് ചിന്തകളൊക്കെയാണ്. ആ സമയത്ത് ആ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് അധികമായിട്ട് കടന്നു വരുമ്പോൾ അതിന് ഒരു പരിധി വരെയെങ്കിലും പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ നാമജപത്തിന്റെ സംസ്കാരം നമുക്ക് വേണം. ഇപ്പൊ നേരത്തെ പറഞ്ഞ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ അതിൽ തന്നെ നോക്കൂ. ഇപ്പൊ ഗുരുവായൂരാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേൾക്കുന്ന നാമം എന്ന് പറയുന്നത് കലിയുഗ സന്ദർണി മന്ത്രമാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ നാമം മാത്രം ജപിച്ചാൽ തന്നെ കലിയുഗത്തിൽ സാക്ഷാത്കാരം ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മോക്ഷം കിട്ടുന്നുണ്ട്. അതെ, ഏറ്റവും മഹത്തായിട്ടുള്ള മന്ത്രങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് കാണുക. ഇപ്പൊ ഗുരുവായൂരപ്പന്റെ ശിവയിൽ നടക്കുമ്പോൾ സഹസ്രനാമോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ അഷ്ടോത്തരം ഒന്നുമല്ല, ഈ മന്ത്രം ജപിച്ചിട്ട് ആൾക്കാർ കൈയടിച്ച് പുറകെ പോകുന്നതാണ്. കാരണം കലിയുഗ സന്ദർണി മന്ത്രം ഈ കലിയുഗത്തിൽ ഏറ്റവും അധികം ജപിക്കാൻ വിധിയുള്ള മന്ത്രങ്ങളിൽ ഒന്നാണ് ഹരേരാമന്ത്രം. അത് വൈഷ്ണവ സമ്പ്രദായത്തിലായിക്കോട്ടെ മറ്റു സമ്പ്രദായങ്ങളായിക്കോട്ടെ അതൊക്കെ തന്നെ ഒരു പരിധി വരെ അംഗീകരിക്കുന്നുണ്ട്. അത് ആ ഒരു ഫ്ലോയിൽ തന്നെ ജപിക്കുകയാണ് കൂടുതലായിട്ട് വേണ്ടത് മഹാത്മാക്കൾ പറയുന്നത്. ചില ആൾക്കാർ തിരിച്ചു ജപിക്കാറുണ്ട്. ഈ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതിന്റെ ഫ്ലോ എങ്ങനെയാണോ അതുപോലെ ഫോളോ ചെയ്യണം എന്നാണ് പൊതുവിൽ എല്ലാവരും പറയാറുള്ളത്. തിരിച്ചു ജപിക്കുന്ന ആൾക്കാരുണ്ട്, അത് അവരുടെ താല്പര്യം. പക്ഷെ ആ സ്ട്രക്ചർ എങ്ങനെയാണോ അത് അതുപോലെ ഫോളോ ചെയ്യുകയാണ്. കലിയുഗ സന്ദർണി എന്ന് പറഞ്ഞാൽ ആദ്യം രാമമന്ത്രവും പിന്നെ കൃഷ്ണമന്ത്രമാണ്. അതിൽ രാമൻ എന്നുള്ള ഉദ്ദേശിച്ചിട്ടുള്ളത് സാക്ഷാൽ ശ്രീരാമസ്വാമിയെ തന്നെയാണ്. ചില ആൾക്കാർ അതെടുത്തിട്ട് ബലരാമസ്വാമി എന്ന് പറയുന്ന രീതിയുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്ടീവ്. പക്ഷെ ഇതൊക്കെ ഈ രാമശബ്ദമാണെങ്കിലും കൃഷ്ണശബ്ദമാണെങ്കിലും ഇതൊക്കെ ബ്രഹ്മശബ്ദമായിട്ടാണ് കണക്കാക്കുന്നത്. രാമൻ എന്ന് വിളിച്ചാലും കൃഷ്ണൻ എന്ന് വിളിച്ചാലും മഹാദേവൻ എന്ന് വിളിച്ചാലും ഒരു വസ്തുവിനെ തന്നെയാണ് വിളിക്കുന്നുള്ള ഭാവത്തോടുകൂടി വിളിക്കുമ്പോൾ നേരത്തെ പറഞ്ഞിട്ട് ഇന്നർ ക്ലീനിങ് നടക്കും. പലപ്പോഴും ഇപ്പൊ നമ്മൾ പ്രാർത്ഥന കേട്ടിട്ടുണ്ടാവും. പലപ്പോഴും അത് ആൾക്കാർ ചെയ്യാറുള്ളത് ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് പെട്ടെന്ന് ആരും തിരിച്ചു വരാറില്ല. അവര് ഈ ഒരു ഐതിഹ്യ കഥയൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ഒരു വാട്സപ്പ് ഫോർവേഡ് മെസ്സേജ് ആണ് എനിക്ക് തോന്നുന്നത്. മഹാദേവന്റെ അമ്പലത്തിൽ പോകുമ്പോൾ ഭഗവാന്റെ ഭൂതഗണങ്ങൾ നമ്മളെ അനുഗമിക്കുമെന്നും നമ്മൾ ദർശനം കഴിഞ്ഞിട്ട് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണെന്നുണ്ടെങ്കിൽ വെച്ചാൽ ഭഗവാൻ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി ആരെ അയക്കുന്നു കൂടെ എന്നാണ്. അപ്പൊ നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് അങ്ങനെ വരികയാണെങ്കിൽ ഈ ദർശനം പൂർത്തിയായിട്ടില്ല എന്ന് കരുതിയിട്ട് ഈ ഭൂതഗണങ്ങൾ എന്ത് ചെയ്യത്രേ വീട് വരെ വരുമെന്നും അപ്പൊ ഇവരെ വെറുതെ നടത്തിച്ചതിന്റെ ഒരു പാപം ഒരു ദോഷം നമുക്ക് ഉണ്ടാവുന്നു. അപ്പൊ അതില്ലാണ്ടിരിക്കാൻ എന്ത് ചെയ്യുക, തൊഴുത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കുറച്ചേരം ഇരുന്ന് ജപിക്കുന്ന സമയത്ത് ഭൂതഗണങ്ങൾക്ക് മനസ്സിലാവത്ര ദർശനം കഴിഞ്ഞു, ഇനി ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കരുതി അവർ അടുത്ത ആളുടെ അടുത്തേക്ക് പോകും. ഇങ്ങനെ ഒരു വാട്സ്ആപ്പ് ഫോർവേഡ് മെസ്സേജ് വന്നോണ്ടായിരിക്കാൻ ചിലപ്പോൾ മഹാദേവന്റെ അമ്പലത്തിൽ പോയിട്ട് പല ആൾക്കാരും കുറച്ചേരം അവിടെ ഇരിക്കുന്നത് കാണാം. പലപ്പോഴും പോസിറ്റീവ് ആണല്ലേ ആ മെസ്സേജ് കൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. പക്ഷെ അതിന് പുറകിൽ പറഞ്ഞിട്ടുള്ള കഥയ്ക്ക് എത്രത്തോളം അടിസ്ഥാനമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് നല്ലൊരു ചേഞ്ച് ആണ്. അങ്ങനെ അറ്റ്ലീസ്റ്റ് അവിടെ ചെന്ന് നമശിവായ ജപിക്കാനൊരു കാരണമായിട്ട് അതിന് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അത് മറ്റ് ക്ഷേത്രങ്ങളിലൂടെ വ്യാപിക്കുക. ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിലും വെറുതെ അവിടെ അല്പം ആ ഒരു നിശബ്ദതയിൽ ഇരിക്കുക എന്നുള്ളതെങ്കിലും ഒരു ധ്യാനത്തിന്റെ ഭാഗമായിട്ട് എടുക്കുക എന്നുള്ളത് കാണിക്കുന്ന മഹാത്മാക്കളുണ്ട്. ഒരു മന്ത്രം അറിയില്ലെങ്കിലും എവിടെയെങ്കിലും ഒരു തൂണിന്റെ അടിയിലോ ഏതെങ്കിലും, അതിപ്പോ ശ്രീകോവിൽ കാണുന്ന സ്ഥലം തന്നെ ആയിക്കൊള്ളുന്നില്ല. ഗുരുവായൂരൊക്കെ എല്ലാ തൂണിന്റെ അടിയിലും ആൾക്കാർ ഇരിക്കുന്നതാണ്. അവരൊക്കെ കണ്ണടച്ചിരുന്ന് എന്തോ ധ്യാനിക്കുന്നുണ്ടാവും. ഒരു തരത്തിൽ നമ്മൾ പറയുന്ന ഒരു ഇന്നർ ക്ലീനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ ഒരു എനർജി സോഴ്സിനകത്ത് നമ്മൾ ചെന്നിരുന്ന് നമ്മുടെ എനർജിയെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അത് ചെയ്യാൻ യഥാർത്ഥത്തിൽ വിധി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പോയി തൊഴുതു വരിക എന്ന രീതി മാത്രമേ നടക്കുള്ളൂ. അല്ല, ഒരു മനുഷ്യന്റെ ജന്മത്തിന്റെ അർത്ഥം തന്നെ ആ ജന്മം എടുത്ത് ഏറ്റവും ഒടുവിൽ സാക്ഷാത്കാരം എന്നാണല്ലോ, പല ജന്മങ്ങൾ എടുത്ത് സാക്ഷാത്കാരം എന്നാണല്ലോ. അപ്പൊ നമ്മുടെ പൂർവ്വജന്മ കർമ്മ ദുരിതങ്ങളെല്ലാം തന്നെ ഈ കലിയുഗത്തിൽ പ്രത്യേകിച്ചും അത് എന്താണ് പൊട്ടിച്ചു കളയുന്നതാണ് ഈ നാമജപത്തിന്റെ ശക്തി എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അതും കൂടെ മനുഷ്യൻ പലപ്പോഴും നമ്മുടെ ഹൈന്ദവ ഒരു സനാതനത്തിൽ ഒരു പലപ്പോഴും ആളുകൾക്ക് ഇതറിയില്ല. ഈ അമ്പലത്തിൽ പോകുന്നത് എന്തിനാ, ഇപ്പൊ എനിക്കൊരു പ്രശ്നമുണ്ട്, അത് ഭഗവാനോട് പറയണം. അപ്പൊ അവിടെ കിട്ടുന്ന ഒരു പോസിറ്റീവും അവിടെ കിട്ടുന്ന ഒരു വൈബും ചിലപ്പം ഭഗവാനായിട്ടൊരു കണക്ഷൻ തോന്നാം, അതൊക്കെ ഉണ്ട്. പക്ഷെ അന്ധകരണ ശുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അന്ധകരണ ശുദ്ധിയെ പറ്റി പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. അവിടെ അതാണ് അങ്ങ് പറഞ്ഞത്. ആ ഒരു അന്ധകരണ ശുദ്ധി കൂടെ കൃത്യമായി ശ്രദ്ധിച്ചാൽ ഒരുപാട് ഗുണങ്ങളാണ് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോ രാമായണ മാസം നമ്മൾ നേരത്തെ തുടങ്ങി. ഇപ്പൊ രാമായണ മാസത്തില് ഇപ്പൊ കുറെ കാലമായിട്ട് നമ്മളിപ്പോ രാമായണം ആചരിച്ചു തുടങ്ങിയിരിക്കുന്നു. ക്ഷേത്രങ്ങളിലെല്ലാം രാമായണ മാസം കൊണ്ടാടുന്നു. പുതിയ തലമുറയിലെ ജൻസി പിള്ളേർ എന്ന് പറയുന്നത് ജൻസി തലമുറ. അപ്പൊ അവരൊക്കെ തന്നെ രാമായണത്തിന്റെ സ്റ്റാറ്റസ് ഇടുന്നു, രാമായണ മാസത്തിൽ അമ്പലങ്ങളിൽ പോകുന്നു, രാമായണത്തിന്റെ ചരിത്രം പറയുന്നു, അതിൽ ഉള്ള വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നു, ശക്തമായി അതിനെ പഠിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതിപ്പോ അതിൽ അങ്ങേപ്പോലുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ എളുപ്പത്തിൽ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ രാമായണ മാസം അല്ലെങ്കിൽ രാമായണം ഒരു മനുഷ്യനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതം ഒരു യാത്രയാണ് അല്ലെ. ജനനത്തിൽ നിന്ന് തുടങ്ങി മരണത്തിലേക്ക് അല്ലെങ്കിൽ സാക്ഷാത്കാരത്തിലേക്ക്, എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അതിലേക്കുള്ള യാത്രയാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
അതുപോലൊരു യാത്ര തന്നെയാണ് രാമന്റെ യാത്രയാണ്, രാമന്റെ അയനമാണ് രാമായണം എന്ന് പറയുന്നത്. ആ രാമൻ ദശരഥ പുത്രനായിട്ടുള്ള അയോധ്യാവതിയായിട്ടുള്ള അല്ലെങ്കിൽ സീതാവതിയായിട്ടുള്ള രാമൻ എന്ന് മാത്രം കാണാതെ ആത്മാരാമനായിരിക്കുന്ന നമ്മളിലുള്ള ചൈതന്യത്തിന്റെ യാത്രയായിട്ട് അതിനെ കാണുകയാണെങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്നതും രാമായണം തന്നെയാണ് എന്നുള്ള ഭാവത്തിലെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ രാമന്റെ യാത്രയിലും രാവണനും ഹനുമാനും ജാമ്പവാനും സുഗ്രീവനും ഒക്കെ നമുക്ക് ചുറ്റും പല രൂപത്തിൽ പല രീതിയിൽ വരും. നേരത്തെ പല ആൾക്കാരും വ്യാഖ്യാനിക്കാറുള്ളത് പോലെ ചിലപ്പോ മായപ്പന്മാന്മാർ നമ്മുടെ മുമ്പിൽ വരും. അതിനെയൊക്കെ നോക്കി കാണുന്ന സമയത്ത് അറിവോട് കൂടിയിട്ടുള്ള, അറിവിന്റെ മുകളിലുള്ള ഒരു കാഴ്ച അതിനുണ്ടാവണം എന്നുണ്ടെങ്കിൽ യഥാവിധി രാമായണത്തെ മനസ്സിലാക്കിയ ഒരു തലമുറയ്ക്ക് മാത്രമേ ഈ പറയുന്ന മറ്റു തരത്തിലുള്ള അട്രാക്ഷൻസിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വധർമ്മത്തിൽ ഉറച്ചു നിൽക്കാനും സാക്ഷാത്കാരത്തിലേക്ക് നടന്നു നീങ്ങാനും സാധിക്കുള്ളൂ. അതിന് രാമായണത്തിന് ഉള്ള ഒരു പ്രത്യേകമായിട്ടുള്ള പങ്ക് ഞാൻ ഭാഗവത്തെ കുറച്ച് കണ്ടിട്ട് പറയുകയല്ല. രാമായണം, പ്രത്യേകിച്ച് മൂലം രാമായണം എന്ന് പറയുമ്പോൾ അത് കുറെ കൂടി മനുഷ്യനുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന രാമനാണ് മൂലം രാമായണത്തിലുള്ളത്. ഭാഗവത്തിലേക്ക് വരുമ്പോൾ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം കംപ്ലീറ്റ് ആയിട്ട് മാറി, അവിടെ മുഴുവൻ ഭക്തി എന്നുള്ള രസത്തിലേക്ക് മാറി. വാൽമീകി രാമായണത്തിലേക്ക് വരുമ്പോൾ കുറെ സമയത്ത് നമുക്ക് രാമനെ സാധാരണ ഒരു മനുഷ്യനായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. സീതയെ കാണാതിരിക്കുന്ന സമയത്ത് പൊട്ടിക്കരയുന്ന പൂക്കളോടും പുഴകളോടും ചോദിക്കുന്ന രാമനെ വാൽമീകി കാണിച്ചു തരുന്നുണ്ട്. അധ്യാത്മരാമായണത്തിലേക്ക് എത്തുമ്പോൾ അത് കുറെ കൂടെ ഭക്തിയുടെ ഒരു മേലങ്കി അതിന് വരികയും രാമൻ ഭഗവാനായിട്ട് പൂർണ്ണമായിട്ടും മാറുകയും ചെയ്തു. വാൽമീകി രാമായണത്തിനും ഭഗവാനാണെന്നുണ്ടെങ്കിൽ പോലും മാനുഷിക തലം, എനിക്ക് നാളെ ഗുരുവായൂരുള്ള ഒരു സബ്ജക്ട് തന്നെ ശ്രീരാമന്റെ മാനുഷിക ദൈവിക ഭാവങ്ങൾ എന്നുള്ളതാണ്. ഇത് രണ്ടും നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും സത്യം പറഞ്ഞ രാമനില്. കൃഷ്ണനിലേക്ക് വരുമ്പോൾ ദൈവിക ഭാവമാണ് വളരെ കൂടുതലായിട്ട് കാണും. മാനുഷിക ഭാവം ഭഗവാൻ ഉണ്ട് സത്യം പറഞ്ഞാൽ. അതാരും മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. എല്ലാവരും ഗുരുവായൂരപ്പനെ ഭഗവാൻ എന്നുള്ള ലെവലിലേക്ക് അങ്ങോട്ട് ഉയർത്തിയിട്ട് ഭഗവാന്റെ ഇമോഷൻസിനെ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈ എങ്ങനെയാണ് ഭഗവാൻ ഈ രാധയെ ഉപേക്ഷിക്കുന്ന സമയത്തുള്ള ഭഗവാന്റെ വ്യഥ, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു അമ്മയായിട്ടുള്ള യശോദാമാതാവിനെ സ്വന്തം കർമ്മത്തിന് വേണ്ടിയിട്ട് മാറ്റി നിർത്തേണ്ടി വരുമ്പോഴുള്ള ഭഗവാന്റെ വ്യഥ, അല്ലെങ്കിൽ പലതരത്തിൽ ഇപ്പൊ നോക്കുമ്പോൾ എല്ലാവരും ഭഗവാന് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അവർ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യുന്നത് കാണുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഗരുഡധ്വജനും അഭിമന്യും ഒക്കെ ഇല്ലാണ്ടാവുമ്പോഴുള്ള ഭഗവാന്റെ വ്യഥ, അതൊക്കെ ഭഗവാന്റെ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് ഭഗവാനെ കൂടി നമുക്കൊരു മനുഷ്യനായിട്ട് കാണാൻ പറ്റുള്ളൂ. കൃഷ്ണനെ മഹാഭാരതത്തിന്റെ മൂലം വായിക്കുകയാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു പലപ്പോഴും കൃഷ്ണൻ നമുക്ക് കൂടുതലായിട്ട് മനുഷ്യനായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഭാഗവത്തിലേക്ക് വരുമ്പോഴും നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള കഥകളിലേക്ക് വരുമ്പോഴും കംപ്ലീറ്റ് ആയിട്ട് മാറി. അവിടെ ഭഗവാൻ സാധിക്കാത്തതായിട്ട് ഒന്നും വരുന്നില്ല. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ നോക്കൂ, ശ്രീരാമസ്വാമി ഒരു സാധാരണ തരത്തിലാണ് എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടുള്ളത്. അദ്ദേഹം ഭഗവാൻ നാരായണനാണെന്ന് പറഞ്ഞ് ഒരു കണ്ണടച്ച് ഇങ്ങനെ കണ്ണു തുറന്നപ്പോഴേക്കും ലങ്കയിൽ പോയി പ്രത്യക്ഷപ്പെടുകയോ അവിടെ വെച്ച് സുദർശനം എടുത്തിട്ട് രാവണനെ വധിക്കുകയോ ചെയ്തിട്ടില്ല. എങ്ങനെയാണോ ഒരു മനുഷ്യന് സാധാരണ രീതിയിൽ യുദ്ധത്തിന്റെ പ്രവർത്തനത്തിലേക്ക് പോകാൻ സാധിക്കുക, ദൂതുണ്ട്, അതിനകത്ത് സേതുബന്ധനം വരുന്നുണ്ട്, ഇതെല്ലാം ഒരു സാധാരണക്കാരന്റെ രീതിയിലാണ് ഭഗവാന്റെ ജീവിതം മുഴുവനായിട്ട് വരുന്നത്. അവിടെ ഒരു ചെറിയ സംശയം, അതായത് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, മനുഷ്യർ പറയാറുണ്ട്, വലിയ ഗുരുക്കന്മാർ, മഹാഗുരുക്കന്മാർ, അവർക്ക് വലിയ ശക്തിയും ചൈതന്യവും ഉണ്ട്. അതായത് എല്ലാ ഈ പറയുന്ന സന്യാസ വേഷമിട്ട ആൾക്കാരെ അല്ല ഞാൻ പറയുന്നത്. സന്യാസികളിൽ ഏറ്റവും മഹത്തായ ആൾക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്, അറിയാലോ. എല്ലാത്തിലും രണ്ട് വിഭാഗമുണ്ട്. അപ്പം നമുക്ക് നല്ല ഒരു യോഗിയാണ് എന്ന് കരുതുന്ന ഒരു മനുഷ്യന് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് വലിയ രോഗം വന്നു. അപ്പൊ പറയും, അയാൾക്ക് എന്താ അങ്ങനെ രോഗം വന്നത്, അയാൾക്ക് എത്രയും വലിയ ആളല്ലേ, എന്നാ പിന്നെ സ്വയം അങ്ങ് മാറ്റിയാൽ പോരെ എന്ന് ചിന്തിച്ചു. പക്ഷെ അവിടെയാണ് ഈ രാമായണത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞു കിട്ടുന്നത്. അതായത് രാമനായാലും മഹാവിഷ്ണു മനുഷ്യരൂപത്തിൽ വന്നാലും ആ മനുഷ്യൻ അനുഭവിക്കേണ്ടതായിട്ടുള്ള എല്ലാ യാതനകളും ഇമോഷൻസും എല്ലാം തന്നെ അത് കൊണ്ടുപോകണം എന്നാണ് പറയാന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് തന്നെയല്ലേ ഈ പറഞ്ഞ, വേണമെങ്കിൽ രാമൻ അവിടെ പോയി പ്രത്യക്ഷപ്പെട്ട് ഹിം പറഞ്ഞ് കൊണ്ടുവരാമായിരുന്നു. പക്ഷെ അതല്ല, ആ മനുഷ്യനായി ജനിച്ചാൽ മനുഷ്യന്റെ കർമ്മം തീർക്കുക, ഇത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും. ഇപ്പൊ നോക്കൂ, ഞാൻ ഒരു ഉദാഹരണം പറയാൻ പറഞ്ഞു. സലീമേട്ടൻ നമ്മളെ വിട്ടു പോയ സമയത്ത് സലീമേട്ടന്റെ കുറെ ഇന്റർവ്യൂസ് വൈറലായിട്ടുണ്ടായിരുന്നു. ഞാനത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആനി ചേച്ചിയായിട്ട് സംസാരിക്കുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട്, അമ്മയെ കാണാൻ പോയ സമയത്ത്, ജഗദ്ഗുരു അമൃതാനന്ദമയെ കാണാൻ പോയ സമയത്ത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അദ്ദേഹമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മ എങ്ങനെയാണ് പെരുമാറിയെന്ന് ചേച്ചി ചോദിക്കുമ്പോൾ അമ്മ ചോദിച്ചു അത്ര സലീമേട്ടനോട്, ഷുഗർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തും പറഞ്ഞു അത്രേ അമ്മയോട്, അമ്മ ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അമ്മ ചിരിച്ചുകൊണ്ട് സലീമേട്ടനോട് പറഞ്ഞു, എനിക്കും ഉണ്ട് എന്നാണ് അത്ര അമ്മ പറഞ്ഞത്. അമ്മയ്ക്കും ഉണ്ടെന്ന് പറഞ്ഞു. നോക്കൂ, അപ്പം അമ്മയെ പോലെ ഒരാള്, അമ്മ എന്ന് പറയുന്ന ആളൊക്കെ ഇപ്പൊ ചില ആൾക്കാരൊക്കെ വ്യാഖ്യാനിക്കും, അമ്മ ഇങ്ങനെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഇവരുടെ രോഗങ്ങളൊക്കെ മാറ്റുന്ന ആളല്ലേ, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് തന്നെ ഈ അസുഖം ഉണ്ടല്ലോ, നിങ്ങൾക്കത് മാറ്റാൻ പറ്റില്ലോ എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊന്നും ഈ പറഞ്ഞ തത്വം മനസ്സിലാക്കാണ്ടാണ് സംസാരിക്കുന്നത്. ഒരു മനുഷ്യ ശരീരം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിന്റെ കർമ്മത്തിലൂടെ ആ മനുഷ്യ ശരീരത്തിനുള്ള വികാര വിചാരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുക എന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ. അത് രാമനായാലും ശരി, കൃഷ്ണനായാലും ശരി, ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ
ഇതേ പ്രശ്നമാണ് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനുള്ളത്. ക്ഷേത്രത്തിലിരിക്കുന്ന വിഗ്രഹം പരബ്രഹ്മമാണെന്ന് ചിന്തിപ്പിക്കാൻ സാധിക്കില്ല. ആ പരബ്രഹ്മത്തിന്റെ ഒരു ചൈതന്യത്തെ എടുത്ത് ദേവതയാക്കിയിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. വിഗ്രഹത്തിലാണ്. വിഗ്രഹം ശരീരമാണ്. ശരീരത്തിലായതുകൊണ്ട് അതിനും വികാര വിചാരങ്ങളുണ്ട്. ഇപ്പോ കലശം നടക്കുന്ന സമയത്ത്, തത്വകലശം സമയത്തൊക്കെ മനസ്സ് എന്ന് പറഞ്ഞിട്ടൊരു കലശം തന്നെ അഭിഷേകം ചെയ്യുന്നുണ്ട്. നിർവികാരമായിട്ടുള്ള ബ്രഹ്മത്തിന് മനസ്സിന്റെ ഒന്നുമില്ല. അത് അതിന്റെയൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വസ്തുവാണ്. പക്ഷെ ദേവതയ്ക്ക് വരുമ്പോൾ ദേവതയ്ക്ക് മനസ്സുണ്ട്. ദേവതയ്ക്ക് കോപം വരുമെന്ന് വെച്ചാൽ വരും, ദേവതയ്ക്ക് സങ്കടം വരുമെന്ന് വെച്ചാൽ വരും. കാരണം ശരീരത്തിൽ ഇരിക്കണം. ശരീരം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ ബോധമൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പൊ ഒരു സച്ചിദാനന്ദ വസ്തു അത്രേ ഉള്ളൂ. മറിച്ച് ആ വിഗ്രഹം എന്നുള്ള ഭാവത്തിൽ അതിനെ ചിന്തിക്കുകയാണെങ്കിൽ അതിന് വികാര വിചാരങ്ങളുണ്ട്. അപ്പൊ അത് ആരായിരുന്നാലും ഈ പറയുന്ന ഒരു ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ, അത് മേൽപ്പത്തൂര് നാരായണീയത്തില് ഭഗവാനോട് ചോദിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്, അല്ലയോ ഭഗവാനെ, അതികഠിനമായിട്ടുള്ള ധർമാചരണം, അത് കൂടുതലായിട്ട് ധർമ്മത്തെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അത് അങ്ങാണെങ്കിൽ പോലും വ്യഥയ്ക്ക് കാരണമാകുമെന്ന് ആളുകൾക്ക് അങ്ങ് കാണിച്ചു കൊടുത്തതല്ലേ ഭഗവാനെ ശ്രീരാമാവതാരം എന്ന് മേൽപ്പത്തൂര് ഭഗവാനോട് ചോദിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. വെച്ചാൽ അധികമായിട്ട് ധർമ്മത്തോടുള്ള ആസക്തി തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നാലും എന്തിനെ കൈവിടാൻ പാടില്ല? ധർമ്മത്തെ കൈവിടാൻ പാടില്ല. നോക്കൂ, രാമൻ ചെയ്തിട്ടുള്ളത് എത്രയൊക്കെ വ്യഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹം എപ്പോഴും എന്തിനെ മുറുകെ പിടിച്ചു? ധർമ്മത്തെ മുറുകെ പിടിച്ചു.